എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് റൈസ്, റൊട്ടി, ബ്രെഡ്, അപ്പം ഇവയ്ക്കൊപ്പം കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇതിലേക്ക് ഞാൻ ഒരു കിലോ ബീഫാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ ബീഫ് നന്നായി കഴുകി വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം വെള്ളം പോയി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് മസാല ചേർത്ത് 15 മുതൽ 30 മിനിറ്റ് വരെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഡിപ്പെൻഡ്സ് ഓൺ യുവർ ടൈം. ഇതിലേക്ക് ചേർക്കേണ്ട മസാലകൾ 2 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, കുറച്ച് ഉപ്പ്, ഒരു നാരങ്ങയുടെ മുഴുവൻ ജ്യൂസ് ഏകദേശം 2 ടീസ്പൂണൊക്കെ ആയിട്ട് വരും. ഇവയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ പീസിലും നന്നായിട്ട് മസാല പിടിച്ചിരിക്കണം. ബീഫ് മാരിനേറ്റ് ആകുന്ന സമയത്ത് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കാം. ഇതിലേക്ക് ഒരു 20-25 കൊക്കനട്ട് പീസസ്, എൻ്റെ കയ്യിൽ അത്രയും ഇല്ലായിരുന്നു, എന്നാൽ അത്രയും കൂടുതൽ ആഡ് ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. 2 ഗ്രീൻ ചില്ലി, കുറച്ച് കറി ലീവ്സ്, 1/2 കപ്പ് ഷാലറ്റ്സ്, 1/2 കപ്പ് ഒനിയൻസ്, 2 ടൊമാറ്റോ, ഒരു മീഡിയം സൈസ്ഡ് ആയാലും കുഴപ്പമില്ല. ഇതൊക്കെ റെഡി ആകുമ്പോഴേക്കും നമുക്ക് ബീഫ് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ എരിവിനനുസരിച്ച് കൂടുതൽ ചില്ലി ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ബീഫ് പ്രഷർ കുക്ക് ചെയ്യുന്നതിനായിട്ട് ഞാൻ 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഞാനൊരു 5 വിസിൽ വരെ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. ഓരോ സ്ഥലത്തെയും കിട്ടുന്ന ബീഫിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് വേവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് ശ്രദ്ധിക്കാൻ മറക്കരുത്. ഞാനൊരു ടിഷ്യൂ പേപ്പർ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. അതൊരു പരിധി വരെ സ്പില്ലേജ് പ്രിവെൻറ്റ് ചെയ്യും. ഇനി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഇതിലേക്ക് കൊക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 2.5 ടീസ്പൂൺ കൊക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. 10 സെക്കൻഡ് കഴിയുമ്പോൾ കൊക്കനട്ട് പീസസ് ചേർത്ത് കൊടുക്കാം. ഒരു 15 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ബാക്കി വെച്ചിരിക്കുന്ന ഷാലറ്റ്സ്, ഗ്രീൻ ചില്ലീസ്, കറി ലീവ്സ്, 1/2 ടീസ്പൂൺ ഗാർലിക് ജിഞ്ചറും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒനിയൻസും ആഡ് ചെയ്യാം. ഒരു 2 മിനിറ്റ് നന്നായിട്ട് സോട്ട് ചെയ്യുക. നന്നായി സോട്ടേ ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം മീഡിയമിൽ വയ്ക്കുക. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. കുറച്ച് ക്ഷമ ഇവിടെ ആവശ്യമുണ്ട്. കരിഞ്ഞു പോകാതെ പതിയെ ഇളക്കി കൊടുക്കുക. എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെ മസാല മിക്സ് ചെയ്യരുത്. ഈ സമയം കൊണ്ട് കുക്കറിൻ്റെ പ്രഷർ റിലീവ് ആയിട്ടുണ്ട്. നല്ല നെയ്യുള്ള ബീഫായിരുന്നു. ഞാൻ ഇതിലേക്ക് ഓയിലൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. കുറച്ച് നെയ്യുള്ള ബീഫ് കറി വെച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് കാണാം ഇവിടെ ഓയിലായിട്ട് ഇതിൻ്റെ മുകളിൽ കാണുന്നത്, ഇത് മുഴുവൻ ഈ ബീഫിൻ്റെ നെയ്യാണ്. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ പെരുംജീരകം എന്നിവ നന്നായി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അടിയിൽ പിടിക്കാതെയും കരിഞ്ഞു പോകാതെയും ശ്രദ്ധിക്കണം. വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് സ്റ്റോക്കിൽ നിന്നും 3 ടീസ്പൂൺ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും കറിക്ക് കൊടുക്കും. മാത്രമല്ല നമ്മുടെ മസാല കരിഞ്ഞു പോകാതെയും ഇത് ഹെൽപ്പ് ചെയ്യും, ഇങ്ങനെ വെള്ളം ആഡ് ചെയ്യുന്നത് കൊണ്ട്. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് പാനിലേക്ക് പതിയെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ബീഫ് നന്നായി കുക്കായോ എന്ന് നോക്കണം. ഇനിയും കുക്ക് ആകാനുണ്ടെങ്കിൽ 1-2 കപ്പ് ഹോട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ബോയിൽ ചെയ്തെടുക്കാം. കുക്ക് ചെയ്യുന്ന പാനിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം.
ഇപ്പോഴുള്ള ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ലൂസാണ്. കുറച്ച് നേരം കൂടി ബോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കൺസിസ്റ്റൻസിയിൽ മാറ്റം വരും. ഈ ഒരു കൺസിസ്റ്റൻസി മതിയെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുവാണെങ്കിൽ ഇത് ബീഫ് കറി ആയിട്ട് യൂസ് ചെയ്യാം. ഗ്രേവി നല്ല തിക്കാണ്. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ബോയിൽ ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ, ബിക്കോസ് കറി ലീവ്സിനൊക്കെ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഞാൻ 1 സ്പൂൺ പെപ്പറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഒരു ഫ്യൂ സെക്കൻഡ്സ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ ഇനിയും സ്റ്റവ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടെ കുറച്ചുകൂടെ ഡ്രൈ ആകും. അപ്പോൾ എനിക്ക് ടൂ മച്ച് ഡ്രൈനെസ് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഓഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. പക്ഷെ ഇപ്പോഴും ആ ഒരു ചൂടിൻ്റെ ഇതുകൊണ്ടാണ് അത് ജസ്റ്റ് ബോയിലായിട്ട് കാണിക്കുന്നത്. ഒരു പീസ് എടുത്തിട്ട് ഞാൻ നോക്കുകയായിരുന്നു ഫോർക്ക് വെച്ചിട്ട് അത് നന്നായി കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ടാണ് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയത് കുറച്ച് പീസ് എടുത്തിട്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. കോക്കനട്ടും ബീഫും നന്നായിട്ട് മസാലയിൽ പിടിച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഒരുപാട് സ്പൈസി അല്ല, കാരണം ഇവിടെ കുട്ടികൾ സ്പൈസി ഫുഡ് കഴിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനും സ്പൈസസ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യണം. അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.